Hello my dears, welcome back to my channel. So guys, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. ഇത് വെറും ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്ന് പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രത്യേകത, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എൻ്റെ നാട്ടിലാണ്. അപ്പോൾ അതിന് ഞാൻ രാവിലെ തന്നെ എണീച്ച് വിഷ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നാണ് മിസ് സൗത്ത് ഇന്ത്യ ഫാഷൻ വീക്കിൻ്റെ ഡേ 1. 2 കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേ 1 ഇന്നാണ്. അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷനൊക്കെ വേണം. ഉച്ചയ്ക്ക് നമ്മളവിടെ എത്തണം. നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ. ഇന്ന് ജൂലൈ 19. ഈ വീഡിയോ ഞാൻ എന്നിടുന്നൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല, ഞാൻ ഇടും. സോ നമുക്ക് തുടങ്ങാം. ഞാൻ രാവിലെ തന്നെ എണീച്ചു. രാവിലെ ഇല്ല, ഒരു 8 മണിയൊക്കെ എണീച്ചു, പല്ല് തേച്ചു. അപ്പവാടെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. പക്ഷേ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞ ടൈം കറക്റ്റാണ്. ഞാൻ 8 മണിക്ക് എണീച്ചു, പല്ലൊക്കെ തേച്ച് അവളെ വിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം ഇത്രയായി. എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യല് പല്ലേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ മുടി വരിക്കെട്ടും. ഞാൻ വളവള സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കാര്യമാക്കണ്ട. എൻ്റെ മുടിനെ കുറിച്ച് ഞാൻ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അത് കഴിഞ്ഞ് ജടകൾ ഇച്ചിരി സമയം എടുക്കും. അതാണ് ഇത്രയും വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുടി ഇങ്ങനെ കെട്ടി ഇന്നലെ രാത്രിയാണ് കുളിച്ചത്. അപ്പം കുളിച്ചപാട് ഞാൻ കെട്ടി വെച്ചപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. എന്തൊന്നും ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഉണങ്ങിയിട്ടില്ല. അത് കെട്ടിക്കഴിഞ്ഞാൽ കായില്ല. സുന്ദരിയല്ലേ ഏനോ അടന്ന്. അപ്പം നമുക്ക് നെക്സ്റ്റ് പരിപാടി തുടങ്ങാം. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ടില്ല. അതിനു എൻ്റെ ഏട്ടൻ എണീക്കാനുണ്ട്, ഒക്കെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ കുറച്ച് പഠിക്കാനുണ്ട്. ഇന്ന് ക്യൂസ് കോമ്പറ്റീഷൻ വേണം. അപ്പോൾ നമുക്കതിന് വേണ്ടി പഠിക്കാം. ഞാനിങ്ങനെ ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. ഞാൻ ആക്ടിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ടിങ്ങിന് വേണ്ട കളറൗണ്ടിൽ ആക്ടിങ് ആണ് ചെയ്യുന്നതിന് വേണ്ട എൻ്റെ യൂണിഫോം വെക്കുകയാണ്. എന്താണെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും എന്നെ കുറച്ച് ഭാഗത്തൊക്കെ കാണിക്കുള്ളൂ. ഡോണ്ട് വറി. വേറെ തന്നെ വീഡിയോ ആയിട്ട് ഞാൻ ചാനലിൻ്റെ ഒന്നെങ്കിൽ എൻ്റെ ചാനലിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലിടാം. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ സാധനങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടിയിരുന്നു. എൻ്റെ യൂണിഫോമാണ് ഞാൻ ആദ്യം എടുത്ത് വെക്കുന്നത്. എൻ്റെ ടാലൻറ്റിനാണ് ഞാൻ യൂണിഫോം യൂസ് ചെയ്യുന്നത്. അതാ കാണുന്ന കുഞ്ഞ് ബാഗിൽ അത് കയറ്റി വെക്കണം. അതൊരു വല്ലാത്ത ടാസ്ക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഹെൽപ്പ് ചോദിച്ചു. സ്വാഭാവികം. എൻ്റെ അമ്മച്ചി പറഞ്ഞു, വേണമെങ്കിൽ എടുത്ത് വെക്കടി, അങ്ങനെ കിടന്ന് 100 വട്ടം പണിയുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സ് ചെറുതായൊക്കെ വേദനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹീൽ എടുത്ത് വെക്കാൻ വേണ്ടി പോയി. ഇതാണ് ഹീല്. 5 ഇഞ്ചാണ് ഹീലിൻ്റെ വരുന്നത്. അപ്പം ഓൺലൈനിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതും കയറ്റി വെക്കണം. അയ്യോ, അതൊക്കെ വെക്കാൻ എന്തൊരു പണിയായിരുന്നെന്ന് അറിയാം. ഈശ്വരോ, ഓർക്കാനേ വയ്യ. അതിൻ്റെ ഇടയിൽ മെഡലാണ് എൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. അടുത്തതായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമുക്ക് അപ്പമുണ്ട്, കടലക്കറി ഉണ്ട്. അപ്പോൾ കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കാം. ഗൈസ്, നല്ല അപ്പമുണ്ട്, അതനുസരിച്ച് കടലക്കറി ഉണ്ട്. എനിക്ക് ഐ ലവ് ചാറ്. എനിക്ക് അങ്ങനെ കഷ്ണങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല. എന്നെപ്പോലെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ്. ഇവിടെ എവിടെയോ സപ്താഹം നടക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ പഠിക്കാനൊക്കെ മടിയാവുന്നു. അപ്പോൾ ഞാൻ പഠിക്കട്ടെ. ഇനി പഠിച്ചില്ലെങ്കിൽ ഞാൻ തന്നെയാണ് ത്രീഞ്ചാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പോയി പഠിക്കട്ടെ കേട്ടോ. ബായ് ഗായ്സ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗെറ്റ് റെഡി വെച്ചൊക്കെ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. സോ ഒന്ന് പോയി നോക്കുക. നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോവാം. ദാറ്റ് ഈസ് മൈ വൃത്തിയായിട്ട. അങ്ങനെ ഫുഡ് കഴിക്കാം. നമുക്ക് നല്ല കഞ്ഞിയുണ്ട്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ട്, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് വേഗം കഴിക്കാം. ഇല്ലെങ്കിൽ ഇവ ചെറിയൊക്കെ കൊടുക്കും. ശരി ഗായ്സ്, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മളെ ഞമ്മ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം കമ്മലിങ്ങനെ ഉണ്ട്. പുതിയ കമ്മലാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇതൊക്കെ ഞാൻ സാധാരണ ഷോക്ക് മാത്രം റൺവേയിൽ ഇറങ്ങുമ്പോൾ മാത്രം എടുക്കുന്ന സാധനങ്ങളാണ്. വേറെ ഒന്നും കിട്ടിയില്ല. എൻ്റെ കണ്ണിലുണ്ട്. അയ്യോ, ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു. വല്ലപ്പോഴേക്ക് ഇടാനുള്ള കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഗെറ്റോടെ ഇതിൽ ഉൾപ്പെടുത്താത്തൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. അപ്പം നമുക്കതിപ്പം ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം ലിപ് ബാം സെറ്റ് നമുക്കിനി ഇതാ ശരി നോക്കാം.
കിട്ടും. ഞാനത് എടുക്കാൻ വീഡിയോ മറന്നുപോയി. ഐ നോ ദ വ്ളോഗ് ഈസ് ബിക്കമിങ് വെരി ഹറിബറി സോറി. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഭയങ്കര ഹറിബറിയാണ്. അപ്പോൾ ഗൈസ് അതിനുശേഷം ഞാൻ കുറച്ച് പിച്ചൊക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ ഒരു കാര്യം പറയും, വ്ളോഗ് എത്താണ്ട് നീളുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ മാക്സിമം ഷോർട്ടാക്കി തരാം. പ്ലീസ് എല്ലാവരും അവസരം വരെ കാണാം. ഓക്കെ, പോവാം. മഴ ഉണ്ട് ഗൈസ്. ടീച്ചർ എത്തി അവർ ഡെസ്റ്റിനേഷൻ. നല്ല കാറ്റുണ്ട് ഗൈസ്. നമുക്ക് അമ്മേനെ കൂടെ ഇടാം. അവിടെ എത്തിയിട്ട് ഇനി അത്യാവശ്യം നേരം കുറേ നേരം പോസ്റ്റായിരുന്നു, കുറേ നേരം വെറുതെ ഇരുന്നു. അതിനുശേഷം ഞാൻ എന്നോട് തന്നെ കുറച്ച് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നു. അമ്മയോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ജാടാ കുറേ നേരമായി ഞാൻ പോസ്റ്റായിട്ട്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരുന്ന ശേഷം നമ്മളെ വിളിച്ചു ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട്. ഗ്രൂമിങ്ങിൻ്റെ സ്ഥലത്ത് എത്തി. അവിടുന്ന് കുറേ നേരം അത്യാവശ്യം ഗ്രൂമിങ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സിംഗിൾ വോക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. സെറ്റായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ നേരം പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൂമിങ് അതിൻ്റെ ഇടയിൽ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ലൈക്ക് ഫ്രണ്ട്സിനെ കിട്ടിയെന്നല്ല, എനിക്ക് അറിയുന്ന പേര് തന്നെയായിരുന്നു കൂടുതലും. ഇതായിരുന്നു നമ്മുടെ സ്റ്റേജിലെത്തി. സ്റ്റേജ് കാണിക്കാൻ കൊണ്ടുപോയായിരുന്നു. അപ്പം ഇതാണ് സ്റ്റേജ് വരുന്നത്. കുഞ്ഞു റാമ്പും സ്റ്റെപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അവിടുത്തെ സ്റ്റേജ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. നമ്മളിനി ടാലൻറ്റ് പോകണം. ടാലൻറ്റ് പോകുന്നതിന് മെനക്ക് ഞം ഇതൊരു മാസ്മരിക് ട്രാൻസിഷനാണ്. അടുത്തായിട്ട് ടാലൻ്റ് കൊണ്ടാണ് എൻ്റെ സ്കൂളിൽ വരുമ്പോൾ ടാലൻറ്റിൻ്റെ കോസ്റ്റ്യൂം. ആ പൊളിക്കുന്നു പിന്നല്ല. പോയിട്ട് പോകാനായിട്ടില്ല, നിങ്ങൾ ഫുള്ള് കാണണം. ഇത് മാറ്റിയപ്പോൾ അത് ക്യൂസിലോട്ട് മാറ്റി. അപ്പോൾ ഞാൻ ഇതേ കോസ്റ്റ്യൂമിൽ പോയി എക്സാം ചെയ്തിട്ട് വരാം. കേട്ടോ. അപ്പോൾ ക്യൂസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ടാലൻറ്റിന് വേണ്ടി അവിടെ കാത്തു നിന്നു. ഇതായിരുന്നു നിഹാരേൻ്റെ ടാലൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ അവിടെ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. ഐ എം സോറി. ശരി, അപ്പം ഞാൻ നാളത്തെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി കുറച്ച് ടെൻഷൻ അടിക്കട്ടെ.